തൻ്റെ കേരള രാഷ്ട്രീയം വെച്ചുള്ള കളി തീർന്ന സ്റ്റീഫന് തോന്നി. ആ സമയത്ത് മാഫിയ സ്റ്റീഫൻ നെടുമ്പള്ളിയോട് തിരിച്ച് സൈബീരിയയിലേക്ക് വന്ന് അബ്രാം ഖുറേഷി ഗ്യാങ്ങിൻ്റെ സാങ്കല്പികമായ ആൽഫയാകാൻ നിർദ്ദേശം നൽകി. അന്നു മുതൽ പാവം CID രാംദാസ് താൻ അബ്രാം ഖുറേഷിയാണെന്നൊക്കെ പറയാൻ തുടങ്ങി. അബ്രാം ഖുറേഷി, അബ്രാം. സൈബീരിയയിലെ കോസ്മാക്കിലെ ആഡംബര വില്ലയിലേക്ക് അടിമുടി അബ്രാം ഖുറേഷിയായി ഭാവിച്ച് CID രാംദാസ് കയറി. മാഫിയയ്ക്ക് CIDയിൽ ജനിച്ചതുകൊണ്ട് CID രാംദാസ് പുറത്തു കടക്കാനുള്ള രഹസ്യ അറകളും വാതിലുകളും ചോദിച്ചു മനസ്സിലാക്കി. വില്ലയുടെ താഴെ റോഡിലും അക്കരയ്ക്കരയുള്ള മഞ്ഞ് വീഴുന്ന പറമ്പുകളിലും പരിചയമില്ലാത്ത ഭിക്ഷക്കാരും റിക്ഷാക്കാരും കറങ്ങുന്നത് പവനായുടെ കണ്ണിൽപ്പെട്ടു. എന്തോ ഇന്ന് രാത്രി സംഭവിക്കാൻ പോകുന്നുണ്ടെന്ന് സയ്യിദ് മസൂദ് കണക്കാക്കി. രാത്രിയായി. മാഫിയയുടെ ക്രോധമേറ്റു നിൽക്കുന്ന സ്റ്റീഫൻ നെടുമ്പള്ളിയെ കാണാൻ വന്നത് പവനായി പ്രതീക്ഷിച്ച പോലെ AK-47 തോക്കുകളല്ലായിരുന്നു. സയ്യിദ് മസൂദിനെ ഞെട്ടിച്ചുകൊണ്ട് ലോകത്തിലെ തന്നെ ഏറ്റവും സുന്ദരികളായ 1072 സ്ത്രീകളായിരുന്നു. സെയ്ദിന് കാര്യം മനസ്സിലാവും മുമ്പേ തന്നെ 1500 ചതുരശ്ര അടി വീതിയുള്ള നീന്തൽക്കുളമുള്ള വില്ലയിലെ ആഡംബര ഹോൾ കാതടിപ്പിക്കുന്ന സംഗീതത്തിലും നീല വെളിച്ചത്തിലും മുങ്ങി. അവിടെ ലോകത്തിലെ തന്നെ ഏറ്റവും ഉത്കൃഷ്ടമായ മദ്യങ്ങൾ നിറച്ചു വെച്ചിരുന്ന ഭരണികൾ തുറക്കപ്പെട്ടു. മദ്യം സ്വർഗത്തിലെ പുഴ പോലൊഴുകി. മനം മയക്കുന്ന മുല്ലപ്പൂ വാസന പരന്നു. നീന്തൽ കുളത്തിന് ചുറ്റും ലോകത്തിലെ തന്നെ ഏറ്റവും മികച്ച ഭക്ഷണങ്ങൾ നിരന്നു. എല്ലാറ്റിൻ്റെയും ഒത്ത നടുവിൽ സ്റ്റീഫൻ നെടുമ്പള്ളി അല്ല CID രാംദാസ് പകച്ചു നിന്നു. രാംദാസിന് തൻ്റെ പഴയകാല ഓർമ്മ വന്നു. അനാഥത്വത്തിൻ്റെ, ദാരിദ്ര്യത്തിൻ്റെ, അവഹേളനത്തിൻ്റെ, നിരാശയുടെ. ആ താനിന്ന് ആഡംബരത്തിൻ്റെ കൊടുമുടിയിലെത്തി നിൽക്കുന്നു. ആഡംബരവും ലഹരിയും ഭൂതകാലത്തെ മയക്കും. നിമിഷ സന്തോഷത്തിൽ വശംവദനം. തുള്ളിക്കളിക്കുന്ന 72 പെണ്ണുങ്ങളെപ്പോലെ മനസ്സില്ലാതെ തട്ടിയെടുക്കപ്പെട്ട ആ ശരീരങ്ങൾക്ക് പിന്നാലെ രാംദാസ് ഓടി നടന്നു. അളവില്ലാതെ മദ്യപിച്ചു, ഭക്ഷണം കഴിച്ചു. ഒന്ന് തളരുമ്പോൾ വീണ്ടും മദ്യപിച്ച് പൗരുഷം വിജൃംഭിപ്പിച്ചു. പിന്നെ തളർന്നാൽ പിന്നെയും പൊന്തും. സ്റ്റീഫൻ കഴിയാവുന്നത്ര പെണ്ണുങ്ങളിലെത്താൻ ശ്രമിച്ചു. മാറി മാറി പോവിച്ചു. 4-5 പെണ്ണുങ്ങൾ കഴിഞ്ഞപ്പോൾ തന്നെ സ്റ്റീഫൻ ക്ഷീണിച്ച് വിറയ്ക്കാൻ തുടങ്ങി. സ്റ്റീഫൻ്റെ ശരീരം വിശ്രമം കൊതിച്ചു. പക്ഷേ ഉന്മാദികളായ പെണ്ണുങ്ങൾ സമ്മതിക്കുന്നില്ല. മയക്കം വീണ മുഖത്ത് മദ്യം തളിച്ചുണർത്തി. എല്ലാ പെണ്ണുങ്ങളും സ്റ്റീഫൻ്റെ മേലെ കയറാൻ മത്സരിച്ചു. ചിലർ സ്റ്റീഫൻ്റെ ശരീരത്തിൽ കടിച്ചു പറിച്ചു, ചിലർ തല്ലി. മതം കടിച്ചമർത്തിയ ആനയെപ്പോലെ സ്റ്റീഫൻ നിസ്സഹായനായി. പാർട്ടി ഹാളിലെ അരണ്ട വെളിച്ചം, കാതടിപ്പിക്കുന്ന സംഗീതവും ലഹരി കൂട്ടിയിട്ട് പോയിക്കുന്ന ഗന്ധവും ഒഴികെ പവനായ്ക്ക് കൂടുതൽ വിവരം കിട്ടുന്നില്ല. അയാൾ അക്ഷമനായി. തൻ്റെ ഇരയ്ക്ക് എന്തോ സംഭവിക്കാൻ പോവുകയാണ്. സെയ്ദിൻ്റെ മനസ്സ് പറഞ്ഞു. മാഫി എന്തോ കൽപ്പിച്ചാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. എനിക്ക് നിർദ്ദേശമൊന്നും കിട്ടിയില്ല താനും. ജിജ്ഞാസ സഹിക്കാൻ കഴിയാതെ സെയ്ദ് ഒളിച്ചു കടക്കാൻ തീരുമാനിച്ചു. അതിര് കടന്ന് വില്ലയ്ക്ക് ചുറ്റും നോക്കി. ആരും കാണാതെ ഉള്ളിൽ കടക്കാൻ കഴിയുന്ന സ്ഥലം കണ്ടെത്തി. വളരെ ശ്രദ്ധാപൂർവം ഒരു നില കടന്നു. അടുത്തതിലെത്തിയപ്പോൾ ഉള്ളിൽ നിന്നൊരു വിളിയുണ്ടായി. ഞാൻ ശ്രദ്ധിക്കപ്പെടുന്നുണ്ട്. സെയ്ദ് സട്ടിലായം തിരിഞ്ഞു നോക്കി. 3-4 ജനാല അപ്പുറത്ത് നിന്നും പെട്ടെന്നൊരു തല പിന്നോട്ട് വലിഞ്ഞു. പക്ഷെ അയാൾ ചൂണ്ടിവെച്ച തോക്ക് സെയ്ദിന് നേരെ തന്നെ ഇരിപ്പുണ്ട്. ഒരെണ്ണമായിരിക്കില്ല. 20 ലേസർ രശ്മികൾ തൻ്റെ ജാക്കറ്റിൽ ഉന്നം പിടിച്ചിരിക്കുന്നു. ചിന്തിക്കാൻ സമയമില്ല. ഉടൻ പ്രവർത്തിക്കണം. നല്ലൊരു ബ്ലൈൻഡ് സ്പോട്ട് എത്തുന്നവരെ വേറൊരു വഴിയില്ല. 3-ാം നിലയിൽ പാർട്ടി ഹാളിനോട് ചേർന്നൊരു സ്പോട്ട് കിട്ടി. ഒറ്റ നിമിഷാർദ്ധത്തിൽ വെടിയുണ്ടകൾ ചീറിപ്പാറി. സ്റ്റീഫൻ നെടുമ്പള്ളി മനം മറിഞ്ഞു കിടക്കുന്ന മുറിയുടെ കിഴക്കേ ജനാലച്ചില്ലുകൾ ചിന്നിച്ചിതറി. അർത്ഥബോധാവസ്ഥയിൽ കിടന്ന പെണ്ണുങ്ങളെല്ലാം ഞെട്ടി എഴുന്നേറ്റ് കിട്ടിയ പുതപ്പുകൾ വാരിച്ചുറ്റി. സെയ്ദ് ഹോളിനുള്ളിലേക്ക് കടന്നു. അതുവരെ പറക്കാൻ മടിച്ചിരുന്ന പ്രാവുകളും വവ്വാലുകളും പറന്നുപോയി. സെയ്ദ് കാണുന്നത് സ്റ്റീഫൻ നെടുമ്പള്ളിയുടെ നിമിഷാർദ്ധത്തിലുള്ള ഉയർത്തെഴുന്നേൽപ്പാണ്. എന്നിട്ട് പടിഞ്ഞാറടുത്തുള്ള ഒരു കബോർഡിലേക്ക് എടുത്തു ചാടി. സ്റ്റീഫൻ തപ്പിത്തേടി വെച്ച് രക്ഷപ്പെടാനുള്ള രഹസ്യ അറയായിരുന്നു അത്. സെയ്ദിൻ്റെയും ബുദ്ധി പ്രവർത്തിച്ചു. സെയ്ദ് അടയും മുമ്പേ ഒറ്റച്ചാട്ടത്തിൽ അറയ്ക്കുള്ളിൽ കടന്നു. ആ മാർഗം ഒരു കുന്നിൻ്റെ താഴ്വരയിലേക്കുള്ള സ്ലൈഡ് പോലെയായിരുന്നു. മരം കൊച്ചുന്ന തണുപ്പായിരുന്നു അതിനുള്ളിൽ. സ്ലെഡ്ജ് കാർട്ട് പോലെ വേഗതയിലും സാഹസികമായും അവർ അതിവേഗം താഴ്വാരത്തിലെ മഞ്ഞു പുതച്ച് ഇടുക്കിൽ പതിച്ചു. രാംദാസ് ഓടിത്തുടങ്ങും മുമ്പേ ക്ഷണനേരം കൊണ്ടൊരു സ്നോമൊബൈൽ പാഞ്ഞെത്തി. അതിലുണ്ടായിരുന്ന തോക്കുധാരികളായ 2 പേർ ഗുഹാ കവാടത്തിൽ തിരിഞ്ഞു. പൊടുന്നതിനെ ഒരു വിറക് കഷ്ണം ശക്തിയായി അത് ഓടിച്ചിരുന്നയാളുടെ മുഖമടിച്ചു. CID രാംദാസിന് ഉന്നം തെറ്റിയില്ല. ആ ഗ്യാപ്പിൽ സെയ്ദ് മറ്റൊരു ചാട്ടത്തിന് സ്നോമൊബൈലിൻ്റെ പിന്നിലിരുന്ന ആളെ ചവിട്ടിത്തെറിപ്പിച്ചു. CID രാംദാസ് അതിൻ്റെ പിന്നിൽ ചാടിക്കേറി. ക്ഷണനേരം കൊണ്ട് വാഹനം വീണ്ടും താഴ്ചയിലേക്ക് കുതിച്ചു. 5 മിനിറ്റോളം കുതിച്ചു കഴിഞ്ഞപ്പോൾ കോസ്മാക് നഗരത്തിൻ്റെ പ്രാന്തപ്രദേശം കണ്ടു തുടങ്ങി. സെയ്ദ് വാഹനം പാളിച്ചു മറിച്ചു. ഇരുവരും വാഹനത്തിൽ നിന്ന് തെറിച്ചു വീണു. പിന്നെ കാണുന്നത് ഇരുവരും തമ്മിൽ തോക്ക് ചൂണ്ടി നിൽക്കുന്നതാണ്. മസൂദ്, തോക്ക് താഴെയിട്. ഐ ആം നോ ലോങ്ങർ സെയ്ദ് മസൂദ്.
കമാൻഡോ അണ്ടർ യുവർ കമാൻഡ് മിസ്റ്റർ CID രാംദാസ്. നീ ആരാണ്? ഐ ആം ജൂനിയർ പവനായി. നിങ്ങൾക്ക് എന്റെ അച്ഛനെ അറിയാം, പ്രൊഫഷണൽ കില്ലർ പവനായി. CID രാംദാസിന്റെ മസ്തിഷ്കം 32 വർഷം മുമ്പത്തെ സംഭവം മുതൽ ഇന്ന് വരെയുള്ളത് പുലർന്ന വഴിയും പകയും അനലൈസ് ചെയ്തു. CID രാംദാസിന്റെ 110 നിൽക്കുന്ന IQ പ്രവർത്തിച്ചു. അയാൾ ചിരിച്ചു. അച്ഛനെ പോലെ മകൻ പവനായും കൺഫ്യൂസ്ഡായി. എന്നെ കൊന്നുകൊണ്ട് നീ ജയിക്കില്ല ജൂനിയർ. യഥാർത്ഥ കൊലയാളി ഞാനല്ല. പവനായുടെ കണ്ണിൽ അമ്പരപ്പ് പൂവിടർത്തിയെങ്കിലും അയാൾ തോക്ക് നീട്ടിച്ചൂണ്ടി. വിജയനാണ്, CID വിജയനാണ് നിങ്ങളുടെ പിതാവിനെ കൊന്നത്. ആ വിജയനെ തേടിയാണ് ഞാനിതിലേക്ക് ഇറങ്ങിയത് തന്നെ. അവൻ എവിടെയുണ്ട്? അറിയില്ല. പഴയ ലഹരി കള്ളക്കടത്തുകാരായ അനന്തൻ നമ്പ്യാരുടെയും പ്രഭാകരൻ തമ്പിയുടെയും ഗ്യാങ് തട്ടിക്കൊണ്ടു പോയതാണ്. ഈ അറിവ് എവിടുന്ന് കിട്ടി? അത് ഇന്റലിജൻസ് ഇൻഫർമേഷൻ. യുവർ സിസ്റ്റം സക്സ്. നിങ്ങളെ പിടിക്കാനും കൊല്ലാനും എന്റെ ഒപ്പം ഉള്ളത് അനന്തൻ നമ്പ്യാരുടെ മകൻ ബലരാമൻ നമ്പ്യാരും പ്രഭാകരൻ തമ്പിയുടെ മകൻ സുധീറുമാണ്. നിങ്ങൾ ഇത്രയും നാളുണ്ടായിരുന്ന അബ്രാഹാം ഖുറേഷി ഗ്യാങ്ങിലാണ് ഞങ്ങൾ എല്ലാവരും ഓപ്പറേറ്റ് ചെയ്യുന്നത്. ഇങ്ങനൊരു ഹോസ്റ്റിലിറ്റി ഉള്ള കാര്യം ഗ്യാങ് കമാൻഡന്റ് അറിഞ്ഞില്ലല്ലേ? എങ്കിൽ എന്റെ ട്രെയിനെ ഫോളോ ചെയ്തു വന്ന നിങ്ങളും വഴിതെറ്റി നിൽക്കുകയാണ്. വാട്ട് ദ ഫക്ക്? ഇപ്പോൾ നമ്മൾ തോക്ക് ചൂണ്ടി പിടിച്ചു നിന്നതുകൊണ്ട് 2 പേരും ജയിക്കില്ല. ഒന്നെങ്കിൽ നമ്മൾ തമ്മിൽ വെടിവെച്ച് ചാവുക, അല്ലെങ്കിൽ നമ്മളെ കൊല്ലാൻ ഇവിടെ എത്തിയേക്കാവുന്ന ആളുകൾ നമ്മളെ വെടിവെച്ച് കൊല്ലും. ഈ സമയം ദൂരെ നിന്നും മഞ്ഞു കീറി മുറിച്ചു വരുന്ന നിസാൻ പെട്രോളിന് മുരളിൽ കേൾക്കാം. തങ്ങളുടെ ഘാതകൃത്തെന്ന് തിരിച്ചറിഞ്ഞ പവനായും CID രാംദാസും തോക്ക് താഴ്ത്തി ഇടവഴികൾ പിടിച്ച് കോസ്മിയാക് നഗരത്തിലേക്ക് അലിഞ്ഞു. നിസാൻ പെട്രോൾ വന്നു നിന്നു. അവർ വാഹനങ്ങൾ രാംദാസും പവനായും പോയ ദിശയിലേക്ക് തിരിച്ചു. കോസ്മിയാക് നഗരത്തിൽ ആരാണ് ചാരനല്ലാത്തതെന്ന് തിരിച്ചറിയാനാവില്ല. സർക്കാർ ചാരന്മാരും മാഫിയ ചാരന്മാരും ഒന്നാണിവിടെ. കോസ്മിയാക്കിൽ നിന്ന് പുറത്തേക്ക് കടന്നേ കഴിയൂ. 2 വഴിക്കോടി അവർ അടുത്ത ഗലിയിൽ കണ്ടുമുട്ടി. സഹകരണം ആവശ്യമെന്ന് ഇരുകൂട്ടരും തിരിച്ചറിഞ്ഞു. ഇരുവരും ഒരുമിച്ചോടി. ആ വഴിയിൽ കിടന്നൊരു 1980 മോഡൽ സോവിയറ്റ് ലാഡ കാർ താക്കോൽ സഹിതം കിട്ടി. ഇരുവരും അതിൽ ചാടിക്കേറി. ഇടത്തോട്ട് ചെരിവുള്ള ആ കാർ വലത്തോട്ട് ചെരിവുള്ള CID രാംദാസ് നേരെ ഓടിച്ചു. ആഞ്ഞു പിടിച്ച് 35-40 കിലോമീറ്റർ വേഗത കൈവരിച്ചു. ആർക്കും സംശയം തോന്നിയില്ല. ഈ വേഗതയിൽ പോണ വണ്ടി ആര് സംശയിക്കാൻ? അങ്ങനെ വണ്ടി കോസ്മിയാക് കടന്ന് സൈബീരിയയുടെ തെക്കുള്ള മറ്റൊരു ഗ്രാമാതിർത്തിയിൽ വെച്ച് പെട്രോൾ തീർന്നു നിന്നു. CID രാംദാസ് പവനായി ജൂനിയറിനെയും പവനായി രാംദാസിനെയും നോക്കി വാഹനം ഉപേക്ഷിച്ചു. എന്തേ ഇതിലെ വന്ന വഴി തിരിച്ച്? ഇതുകൊണ്ടാണ് മാഫിയ നിങ്ങളെ തിരിച്ചറിഞ്ഞത്. നീ എന്തിനാ എന്നെ രക്ഷിക്കാൻ നോക്കുന്നേ? എനിക്ക് വിജയനിലും എത്തണമല്ലോ. രാംദാസിന്റെ മനസ്സിലൊരു കൗശലം വിരിഞ്ഞു. വിജയനെ ഞാൻ കണ്ടെത്തിയിട്ട് വേണമല്ലോ ഇവനെന്നെ കൊല്ലാൻ. നോക്കിയിരുന്നു. ജൂനിയർ പവനായി CID രാംദാസിനെ സൂക്ഷിച്ചു നോക്കി. പവനായി വളരെ ശ്രദ്ധാപൂർവം എതിരെ വന്ന മനുഷ്യരെയും വാഹനങ്ങളെയും മൃഗങ്ങളെയും ശ്രദ്ധിച്ച് മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരുന്നു. പവനായി തൻ്റെ ഫോൺ ഓണാക്കി ബാക്കപ്പിന് വേണ്ടി ബലരാമനെ വിളിച്ചു. അധികമൊന്നും പറയാതെ ബലരാമൻ ഫോൺ കട്ടാക്കി. ബലരാമൻ്റെ ശബ്ദത്തിൻ്റെ പതർച്ചയിൽ നിന്ന് മാഫിയ എല്ലാം തിരിച്ചറിഞ്ഞെന്ന് പവനായി തിരിച്ചറിഞ്ഞു. പവനായി ഓഫാക്കി സിമ്മൂരി. മരം കോച്ചും തണുപ്പിലൂടെ അന്തമില്ലാതെ മുന്നോട്ട് CID രാംദാസും പവനായി ജൂനിയറും നടന്നു. അങ്ങ് തിരുവനന്തപുരത്ത് വർമ്മസാറിൻ്റെ നേതൃത്വത്തിൽ ഗൂഢസംഘം സ്ഥിതി വിലയിരുത്തി. സ്റ്റീഫൻ നെടുമ്പള്ളിയെ പറ്റിയുള്ള അപ്ഡേറ്റ് ക്ലിഫ് ഹൗസിലുമെത്തി. മാഫിയ മണപ്പാട്ടിൽ ചാണ്ടിയുമായി പ്രോപ്പർ കമ്മ്യൂണിക്കേഷൻ സ്ഥാപിച്ചു. ബലരാമനും സുധീറും സെയ്ദ് മസൂദുമായി നടത്തിയ ഫോൺ വിളികൾ കൊണ്ട് അനഭമിതരായി. ബലരാമനെയും സുധീറിനെയും പോലീസിന് ഒറ്റുകൊടുത്ത് ഒഴിവാക്കാൻ മാഫിയ മണപ്പാടിൽ ചാണ്ടിക്ക് നിർദ്ദേശം നൽകി. ഗൂഢപദ്ധതികൾക്ക് സെറ്റിട്ട ശേഷം മണപ്പാടിൽ ചാണ്ടിയും ജിതിൻ രാംദാസും വർമ്മസാറും ഓൺ ദ റോക്സിൽ ചിയേഴ്സ് വെച്ച് പിരിഞ്ഞു. അപ്പോൾ അങ്ങ് ഡൽഹിയിൽ ആരായിരുന്നു സ്റ്റീഫൻ നെടുമ്പള്ളി എന്ന് വ്യക്തമായി അറിയാവുന്നവരായ പ്രധാനമന്ത്രി, ആഭ്യന്തരമന്ത്രി, ആഭ്യന്തര സെക്രട്ടറി, ഭരണപക്ഷ പാർട്ടിയുടെ പ്രസിഡന്റ്, IB മേധാവി എന്നിവർ സ്ഥിതി വിലയിരുത്തി. സ്റ്റീഫൻ നെടുമ്പള്ളിയുടെ കഥ കഴിഞ്ഞു. ഇനി അയാൾക്ക് ആ പേരിൽ തുടരാനാവില്ല. CID രാംദാസിൻ്റെ താടിയിൽ ഒളിപ്പിച്ച GPS ചിപ്പിൽ നിന്നും അയാൾ യക്കൂത്തിയയിൽ കൂടി നടക്കുന്നതായി IB മേധാവി റിപ്പോർട്ട് ചെയ്തു. IB മേധാവി പ്ലാൻ വിശദീകരിച്ചു. CID രാംദാസിനെ തിരികെ നാട്ടിലെത്തിക്കണം. എന്നാൽ നമ്മൾ അയാളോട് കാട്ടിയതൊന്നും അയാൾ അറിയാൻ പാടില്ല. നമ്മുടെ സെല്ലിൽ തീർത്തും ദുർബലനായി കിടക്കുന്ന CID വിജയനെ നമുക്ക് യക്കൂത്തിയയിലെത്തിക്കാം. വിജയനെ കണ്ടെത്തുന്ന രാംദാസിന് വിജയിച്ചു മടങ്ങാം. പ്രധാനമന്ത്രി ഒരു സംശയം ചോദിക്കും. 17,500 കിലോമീറ്റർ അകലെയുള്ള യക്കൂത്തിയയിൽ വിജയനെ എങ്ങനെ കടത്തിയെത്തിക്കും? മിസ്റ്റർ PM, അത് ഇന്റലിജൻസ് ബ്യൂറോയ്ക്ക് വിട്. CID വിജയൻ ഉത്തർപ്രദേശിനും ഉത്തരാഖണ്ഡിനും ഇടയിലുള്ള ഒരു അൺഡിസ്ക്ലോസ്ഡ് ലൊക്കേഷനിലെ ഏകാന്ത തടവറയിൽ പരിക്ഷീണിതനായി കിടപ്പിലാണ്. ദിവസവും ഒരു നേരം ഭക്ഷണം കൊടുക്കാൻ ഒരു പഹാടി വൃദ്ധൻ വരും. കഴിഞ്ഞ കുറേ വർഷങ്ങളായി കാണുന്ന ഒരേ ഒരു മനുഷ്യജീവി ആ വൃദ്ധനായിരുന്നു. നിങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കൂ എന്ന് മാത്രം അയാൾ എന്നും CID വിജയനോട് പറഞ്ഞു വന്നു. കഴിഞ്ഞ 2 ദിവസമായി വൃദ്ധൻ പ്രാദേശിക പഹാടി ഉത്സവത്തിൻ്റെ പ്രസാദം കൂടി ചപ്പാത്തിക്കും ഡാൽക്കറിക്കുമൊപ്പം വിജയന് നൽകി.
ആ ദ്രവപ്രസാദം കുടിച്ചു കഴിയുമ്പോൾ വിജയന് വല്ലാത്തൊരാനന്ദം അനുഭവപ്പെട്ടു. ഏകാന്തതയിൽ പോലും പ്രതീക്ഷയുടെ വിവിധ വർണ്ണരാജികൾ വിജയൻ്റെ തലയ്ക്കുള്ളിൽ കത്തി. വിജയൻ്റെ മുഖത്ത് ചിരി പടർന്നു. അയാൾ അങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കെ തടവറയിലേക്കൊരു പ്രകാശമുള്ള ക്യൂക്കസോയിഡ് വൃദ്ധസന്യാസി എത്തി. വിജയൻ അന്തം വിട്ടു. തൻ്റെ മുന്നിൽ ഇന്ദ്രനോ ബൃഹസ്പതിയോ മറ്റോ അവതരിച്ചതായി തോന്നി. കൈ അനുഗ്രഹം നൽകുന്ന യോഗ പോസിലേക്ക് ഉയർത്തി. വിജയൻ്റെ മുന്നിൽ 1000 കോടി പ്രകാശവർഷങ്ങൾ ഒന്നിച്ചൊരിഞ്ഞ പോലെ പ്രകാശമാനമായി. ദിവ്യൻ അരുളി ചെയ്തു, കുഞ്ഞേ, നീ തിരഞ്ഞെടുക്കപ്പെട്ടവനാകുന്നു. ഇരുട്ടിൻ്റെ ശക്തിയിൽ നിന്നും നീ ഇന്ന് മോചിക്കപ്പെടും. ഹിമവാന്റെ രാജ്യത്തേക്ക് പോകാൻ വഴിതെളിക്കാൻ വന്നതാണ് ഞാൻ. ഗുരോ. വിജയൻ കേണു നിന്നു. പിന്നെ വിജയൻ കാണുന്നത് തുറങ്ക് 2ആയി മാറുന്നതാണ്. തൂവെള്ളപ്പരവതാനി വിരിച്ച വഴിയിലൂടെ ദിവ്യനാൽ നയിക്കപ്പെട്ടു. അയാൾ നടന്നു. പുറത്ത് കാത്തുകിടന്ന വെളുവെളുത്ത ടെമ്പോ ട്രാവലറിലേക്ക് നയിക്കപ്പെട്ടു. ആ വാഹനം നിറയെ ഹിമക്കരടികളെപ്പോലെ തോന്നിക്കുന്ന ദേഹമാസകലം ഭസ്മം പൂശിയ സന്യസ്തർ. തൂമഞ്ഞിൽ പാലൊഴിച്ച പോലുള്ള പ്രസാദം എല്ലാവരും വിജയനെ യഥേഷ്ടം കുടിപ്പിച്ചു. വിജയൻ ഭൂഗുരുത്വാകർഷണം പോലും വിട്ട് ഉയർന്നു പറക്കുന്ന പോലെ ആറാടി. മെർസിഡീസിൻ്റെ എഞ്ചിനുള്ള ട്രാവലർ നേപ്പോൾ വഴി ചൈനീസ് അതിർത്തിയിലൂടെ വടക്കോട്ട് വെച്ച് പിടിച്ചു. ട്രാവലർ യകൂതിയിലേക്ക് നീങ്ങി. സെയ്ദുമായി ബന്ധപ്പെട്ട ഫോണുകൾ ട്രാക്ക് ചെയ്യപ്പെട്ടു. പെട്ടെന്ന് തന്നെ ബലരാമനിലേക്കും സുധീറിലേക്കും അവരുടെ ഇടപാടുകളിലേക്കും മാഫിയ എത്തി. സെയ്ദിൻ്റെ ക്രെഡിറ്റ് കാർഡ് വഴി 2 ചായ, 2 ബർഗർ, 2 കക്കൂസ് ടിക്കറ്റ് എന്നിവ പോയതായി വിവരം ലഭിച്ചു. സ്റ്റീഫനും സെയ്ദും ഒരുമിച്ചുണ്ട്. ബലരാമനും സുധീറിനും പലതിനും ഉത്തരം പറയേണ്ടി വന്നു. മരണവാറണ്ട് തങ്ങളെ തേടി എത്തുമോ എന്ന് ഭയന്ന് ഇരുവരും CID രാംദാസ് തങ്ങളുടെ പിതാക്കന്മാരുടെ ഏതും തങ്ങളുടെ ലക്ഷ്യവുമെല്ലാം വിവരിച്ചു. പക്ഷേ സെയ്ദ് മസൂദ് ഇപ്പോഴും സ്റ്റീഫൻ നെടുമ്പള്ളി എന്ന രാംദാസുമായി ഒരുമിച്ച് പോകുന്നതിൻ്റെ ഭാഗം വിശദീകരിക്കാൻ അവർക്കായില്ല. എത്രയും പെട്ടെന്ന് യക്കൂത്തിയിലെത്തുക, നിങ്ങൾ തന്നെ 2 ചതിയന്മാരെയും കൊല്ലുക. ആൽഫയുടെ സന്ദേശമെത്തി. മാഫിയയുടെ പദ്ധതികൾ ബലരാമനും സുധീറിനും മനസ്സിലായില്ല. മറ്റൊരിടത്ത് മുഖ്യമന്ത്രി ജിതിൻ രാംദാസിൻ്റെ നിർദ്ദേശപ്രകാരം കേരള പോലീസ് ബലരാമൻ്റെയും സുധീറിൻ്റെയും വീട്ടിൽ കയറിയിറങ്ങി. ബലരാമനും സുധീറിനും യക്യൂത്തിയയിലേക്ക് പോവുകയല്ലാതെ വേറെ വഴിയുണ്ടായിരുന്നില്ല. അവർ ഗഫൂർക്കായി വിളിച്ച് കാര്യം പറഞ്ഞു. എല്ലാം കേട്ടുകഴിഞ്ഞപ്പോൾ ഗഫൂർക്ക വിലക്കി. പോകരുത്, അതിൽ ചതിയുണ്ട്. എൻ്റെ മകൻ അബ്ദുൾ കൊല്ലപ്പെട്ടതും ഇതേപോലത്തെ ചതിയിലാണ്. പക്ഷെ അതൊന്നും അവരെ പിന്നോട്ട് വലിച്ചില്ല. മാഫിയയുടെ അച്ചടക്കം പാലിക്കേണ്ടതുണ്ടെന്ന കർത്തവ്യബോധത്താൽ അവർ പുറപ്പെട്ടു. ഇനിയിപ്പോൾ ഇത്രയ്ക്കേ ഉള്ളൂ. എൻ്റെ മകൻ്റെ മരണത്തിൻ്റെ കാരണക്കാരെ ഞാൻ കൊല്ലും, ഗഫൂറും ഉറപ്പിച്ചു. ഇരുകൂട്ടരും പല വഴിക്ക് യക്കൂത്തിയിലേക്ക് തിരിച്ചു. ദിവസങ്ങളുടെ യാത്രയ്ക്ക് ശേഷം GPS ചിപ്പ് പിന്തുടർന്ന ട്രാവലർ നേരെ യക്കൂത്തിയിലെ ചുവന്നിരണ്ട ഗലിയിലെ ഡാൻസ് ബാറിൽ കാലഭൈരവനായ CID വിജയനെയും ആത്മീയ സംഘവുമായി എത്തിച്ചേർന്നു. ഫോൺ സിഗ്നൽ വെച്ച് മാഫിയ വഴി ബലരാമനും സുധീറിനും അവിടെ എത്തി. പിന്നാലെ 4-5 കാതം പിന്നിലെ ഗഫൂറും. ഡാൻസ് ബാറിൻ്റെ പിന്നിലെ പൊളിഞ്ഞ അധോലോക റെസ്റ്റ് റൂമിൽ തമ്മിൽ തോക്കിയുണ്ട് CID രാംദാസും ജൂനിയർ പവനായും ഇരിപ്പാണ്. ഇനിയാണ് ആക്ഷൻ. ഠമാർ പടാർ. ട്രാവലർ തെക്ക് നിന്നും ബലരാമനും സുധീറിനും വടക്ക് നിന്നും യക്കൂത്തിയ പോലീസ് കിഴക്ക് നിന്നും ഒരേ സമയം ബാറിൻ്റെ പിന്നാമ്പുറത്ത് ഐസ് കട്ട പിടിച്ച സങ്കേതം പൊളിച്ചുള്ളിലെത്തി. എല്ലാവരും തമ്മിൽ കണ്ടു ഞെട്ടി. തോക്ക് ചൂണ്ടി നിൽക്കവേ പെട്ടെന്നൊരു വെടി പൊട്ടിയിട്ടു. ആ വെടിയുണ്ട നേരെ പവനായുടെ ഇടത്തെ നെഞ്ചിന് മുകളിൽ പതിച്ചു. ഭും! പിടിവിട്ട് പവനായി വീണു. ഗഫൂർ പിശാചിനെ പോലെ ചിരിച്ചു. ട്രാവലറിൽ നിന്ന് ചാടിയ കമാൻഡോമാർ CID രാംദാസിനെ പൊക്കിയെടുത്ത് പോലീസ് വണ്ടിക്കുള്ളിലിട്ടു. വിജയനെയും അതിലേക്ക് മാറ്റി. പിന്നെ തെക്ക് നിന്നും വടക്ക് നിന്നുമെല്ലാം ചറവറ വെടിയുതിർന്നു. വണ്ടിക്കുള്ളിൽ ദാസനും വിജയനും തമ്മിൽ നോക്കി. എടാ ദാസ, എടാ വിജയ, അല്ലേലും ഞാൻ എങ്ങനെയെങ്കിലും രക്ഷപ്പെടാൻ വെടി കണ്ടെത്തുമ്പോൾ നീ വന്നിടയ്ക്ക് കയറി. ആരായി വെടിവെക്കുന്നവരൊക്കെ? അനന്തരം കമാൻഡോമാരും യക്കൂത്തിയ പോലീസും ചേർന്ന് ദാസനെയും വിജയനെയും രക്ഷിച്ച് വിമാനത്താവളത്തിലെത്തിക്കും. ബലരാമനെയും സുധീറിനെയും പോലീസ് അറസ്റ്റ് ചെയ്ത് പിന്നീടവർ കുറ്റവാളികളെ കൈമാറ്റ നിയമത്തിൻ്റെ നൂലാമാലകൾ കുടുങ്ങി യക്കൂത്തിയയിൽ കഴിഞ്ഞു. ഗഫൂറിൻ്റെ തോക്ക് പവനായിയെ വെടിവെച്ചിട്ട ശേഷം നിശബ്ദമായി. പിന്നീട് അയാൾ ഭജനസംഘം ഉപേക്ഷിച്ച വാഹനത്തിൽ അഭയം പ്രാപിക്കും. യുദ്ധം കഴിഞ്ഞ ശേഷം മാഫിയ വാഹനവും ഗഫൂറിനെയും കോസ്മയാക്കിൽ ആഡംബര സൗധത്തിലേക്ക് കൊണ്ടുപോകും. അന്താരാഷ്ട്ര കുറ്റവാളികളെ വലയിലാക്കിയതിന് തമിഴ്നാട് പോലീസ് CID ദാസനും CID വിജയനും വൻ സ്വീകരണം ഒരുക്കും. കോസ്മയാക്കിൽ നിന്ന് ഗഫൂറിൻ്റെ തേങ്ങലുകൾ കേൾക്കാം.
എമ്പുരാൻ ഒരു മിഥ്യയാണ്. ലൂസിഫർ കാണിക്കാൻ ശ്രമിച്ചത് മാഫിയയിലെ ആൽഫയുമല്ല ഇലൂമിനാറ്റിയുമല്ല. മനുഷ്യവികാരങ്ങളെ ചൂഷണം ചെയ്ത് പണമുണ്ടാക്കുന്ന എല്ലാ ചാനലും മാഫിയാണ്. മാഫിയയുടെ മനസാക്ഷിയാണ് ഇലൂമിനാറ്റി. മനസാക്ഷി സൂക്ഷിപ്പുകാരനാണ് ആൽഫ.